കുട്ടികൾക്ക് സ്കൂളിലോട്ടൊക്കെ കൊണ്ടുപോകാനും അതുപോലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചിക്കനും പൊട്ടാറ്റോയും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങാണ് ഇട്ടത്. ഒരു മീഡിയം സൈസിനടുത്ത് വലിപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങാണ്. അത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇനി ഇതിലോട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കനാണ്. അത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്തിട്ട് ഒന്ന് ചിക്കൻ ഒന്ന് ഇതിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് കിട്ടണം നമുക്ക്. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്നങ്ങ് മാറ്റി വെക്കാം. ശേഷം വേറൊരു ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചും കൂടി ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എരിവ് വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് പച്ചമുളക് ചേർക്കാട്ടോ. ഒരു 2 3 ഒക്കെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ചെറിയൊരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മീഡിയം സൈസ് തക്കാളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പകുതി ചേർത്താൽ മതി. അത് എല്ലാം ചെറിയൊരു തക്കാളിയാണെങ്കിൽ ഇതുപോലെ ഒറ്റൊന്നങ്ങ് ചേർത്താൽ മതിയേ. അപ്പോൾ അത് തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് എല്ലായിടത്തും ഈ മിക്സ് ഒരുപോലെ ആകുന്ന രീതിക്ക് തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ചോറാണ്. അപ്പോൾ ഇത് ബസുമതി അരിയുടെ ചോറാണ് കേട്ടോ. ഇത് വൈറ്റ് റൈസ് അല്ല, നമ്മൾ ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ടാക്കുന്ന റൈസല്ല, നോർമൽ ചോറ് വെക്കുന്ന റൈസ് ഉണ്ട്, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഉപ്പൊന്ന് നോക്കണം. ഇത് ഉപ്പിടാതെ സാധാരണ നോർമൽ ചോറ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. നിങ്ങൾക്ക് നോർമൽ വീട്ടിലുള്ള റൈസ് വെച്ചിട്ട് ഇതുണ്ടാക്കാം. ഇനി അതല്ല ബസുമതി അരി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ആലു ചിക്കൻ റൈസ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി തൂവിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്നും ഒരുപോലെ ചോറും കറികളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊരു മടുപ്പായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫുള്ള് കഴിക്കുകയും ചെയ്യും, സന്തോഷമാവുകയും ചെയ്യും കേട്ടോ അവർക്ക്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലൊക്കെ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ചിക്കൻ്റെയും പൊട്ടാറ്റോയുടെ ഒക്കെ ടേസ്റ്റ് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ. അപ്പോൾ അവരത് എങ്ങനെയായാലും തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കൂടുതൽ ഒരു സാലഡൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണേ.